ഹലോ ഗായ്സ്, വെൽക്കം ടു ഓണം സീരീസ്. അപ്പോൾ ഓണം സീരീസിൻ്റെ 6th എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. അറിയാലോ, പരിപ്പ് പപ്പടം ഒക്കെ മെയിൻ ആളാണ് സദ്യയിൽ. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന പരിപ്പാണ്. പരിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. പോകാം വീഡിയോയിലേക്ക്. നമ്മളിവിടെ 1 ഗ്ലാസ് ചെറുപയറാണ് എടുത്തേക്കുന്നത്. ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് ചീനിച്ചട്ടി വയ്ക്കാം. അതിലേക്ക് നമുക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. ചെറുപയർ ഒരു ഗോൾഡൻ മൂപ്പാവുന്നിടം വരെ നമുക്ക് ഇതുവരെ ഇളക്കി കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചെടുത്തേക്കുവാണ്. ഇതുപോലെ ഒന്ന് പൊളന്ന് കിട്ടണം. നമ്മൾ മുറത്ത് ഇട്ടേക്കുക, കാരണം ഒന്ന് പാറ്റണം. അപ്പോൾ അതിൻ്റെ ഈ പയറിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പാറ്റുന്നത്. ഇതുപോലെ പാറ്റി തൊലിയെല്ലാം കളഞ്ഞ് എടുത്തേക്കുവാണ് നമ്മൾ. ഇതൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെള്ളം ഒഴിച്ച് നമുക്കിത് കഴുകിയെടുക്കാം. ഇനി നമുക്കൊരു 2-3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. 3-4 കൊച്ചുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിലൊന്ന് അടിച്ചെടുക്കാം. ഇത് ഒരു തേങ്ങാമുറിയുടെ പകുതി തേങ്ങ തിരിങ്ങിയതും 2 വെളുത്തുള്ളി അല്ലി അരിഞ്ഞതും 5 കൊച്ചുള്ളി അരിഞ്ഞതും 2 പച്ചമുളകുമാണ് നമ്മൾ അരപ്പിന് വേണ്ടി എടുത്തേക്കുന്നത് ഇവിടെ. ഇനി നമുക്കിതെല്ലാം നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് അരഞ്ഞ് കിട്ടും. ഒരു 3-4 വിസിലിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം. നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ കുക്കർ തുറന്നിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇതുപോലെ ഉടച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പരിപ്പ് ഇപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലോട്ട് സെർവ് ചെയ്യാം. ഇനി നമുക്ക് കടുക് താളിക്കാനായിട്ട് ചീനിച്ചട്ടി വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് 3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/4 സ്പൂൺ കടുകിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് കൊച്ചുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇപ്പിലോട്ട് കടുക് താളിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പരിപ്പ് കറി എല്ലാവരും ഈ ഓണക്കാലത്ത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലാണ് പരിപ്പ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഓണത്തിൻ്റെ മെയിൻ ആളാണല്ലോ പരിപ്പ് പപ്പടം അല്ലേ മെയിൻ ആളുകൾ. അപ്പോൾ സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ രീതിയിൽ പരിപ്പ് കറി വെച്ച് നോക്കൂ, എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, ബൈ.